ഹായ്. ഉത്ര, ഡോക്ടർ ഷഹാന, മോഫിയ പർവൻ, അർച്ചന, സുചിത്ര, വിസ്മയ, ശ്രുതി, വിഭജിക, അതുല്യ. ഇവരാരും അടുത്ത ഓസ്കാർ നോമിനേഷൻ ലഭിച്ച സ്ത്രീകളോ അല്ലെങ്കിൽ രാജ്യസഭയിലേക്കോ ലോക്സഭയിലേക്കോ നോമിനേറ്റ് ചെയ്യപ്പെട്ട സ്ത്രീകളോ അല്ല. ഹലോ, നമസ്കാരം. ഞാൻ വിനോദ് വേണുഗോപാൽ. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സ്ത്രീകളുടെ പേരുകൾ എല്ലാവർക്കും പരിചിതമായിരിക്കും. നിലവിൽ ഇവർ ഇവിടെ ജീവിച്ചിരിപ്പില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പല പേരുകളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. പാവല്ലേ ഇത്രയും ആൾക്കാർ, അല്ലെങ്കിൽ ഈ ലിസ്റ്റ് ഇനിയും വലുതാവും. ഇത്രയും പേര് ഇവിടെ ജീവിച്ചിരിപ്പില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് കാരണം ശരിക്കും ആരാണ്? നമ്മുടെ സിസ്റ്റമാണോ പ്രശ്നം? അതോ നമ്മുടെ സാഹചര്യമാണോ പ്രശ്നം? അതോ നമ്മുടെ എഡ്യൂക്കേഷനാണോ പ്രശ്നം? അതോ നമുക്കുണ്ടാവുന്ന ഡിപ്രഷൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാണ്ട് നമുക്ക് നമ്മുടെ ഡിപ്രഷൻ എത്രത്തോളം ഡെപ്തിലുണ്ട് എന്നുള്ളതും നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് സൂയിസൈഡ് ആണെന്നുള്ളതും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയാണ് പ്രശ്നം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. തീർച്ചയായിട്ടും ഇതുപോലെ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് അതുല്യയുടെ പേരാണ് നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഈ പേര് കേൾക്കും മാത്രം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ശബ്ദം ഉണ്ടാക്കിയിട്ടോ നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടോ കാര്യമില്ല. ഈ ലിസ്റ്റ് വലുതാണ്ട് ഇങ്ങനെ ഇതുപോലത്തെ പല സ്ത്രീകളും ഇന്നും പല കുടുംബങ്ങളിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പലപ്പോഴായിട്ട് പല പാരന്റ്സിനെയും അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെയും വിളിച്ച് പറയുന്നുണ്ട്. കല്യാണം നടത്തിയ കാശിന്റെ വലുപ്പമോ, കെട്ടിച്ചുവിട്ട കുടുംബത്തിന്റെ വലിയ സംഭവമോ, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന്റെ നാണക്കേടോ പേരോ മറ്റോ വിചാരിച്ചിട്ട് ഇതൊന്ന് പുറത്തു പറയാണ്ട്, അല്ലെങ്കിൽ ഇതൊന്ന് സഹിക്ക്, ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ് എന്ന് പറഞ്ഞ പല വീട്ടിലേക്കും അവരെ തിരിച്ചയക്കുന്നുണ്ട്. എന്നിട്ട് അവർ സ്വന്തം വീട്ടിലേക്ക് അവസാനം കയറി വരുന്നത് ഏത് രൂപത്തിലായിരിക്കും നിങ്ങൾക്കറിയില്ല. കോൾഡ് ഫ്രീസ് ആയിരിക്കുന്ന അവരുടെ ഡെഡ് ബോഡിയെ കയറി വരുന്നത്. ഇനി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് അവരെ പറഞ്ഞു വിടണം. ഒന്ന് ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഒരു മെന്റലിസവുമായി ബന്ധപ്പെട്ട വീഡിയോ ഒന്നും അല്ല, എനിക്കറിയാം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സൈക്കോളജി. അതുകൊണ്ട് ഇനി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇനി ഇങ്ങനത്തെ ഒരു സംഭവം കേരളത്തിൽ സംഭവിക്കരുത്. കേരളത്തിലല്ല, എവിടെ സംഭവിക്കരുത്. അതുകൊണ്ട് അവർക്ക് പറയാതെ നമുക്ക് കേൾക്കാം. അത് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, താങ്ക് യു.